ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു വാട്ടൈ ഏറ്റുന്ന ഡേ ആണ്. അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയും ദാൽ കറിയും പിന്നെ ബീട്രൂട്ടിനകത്ത് മുട്ട തോരൻ പോലെ ചിക്കിയെടുത്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്തോ. അത് കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ രാവിലത്തെ ബീട്രൂട്ട് ഞാൻ ചിരണ്ടി ഇങ്ങനെ എടുത്തുണ്ടായിരുന്നു, പിന്നെ മുട്ടയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ട് ബീട്രൂട്ട് തോരനും മുട്ടയും സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. പിന്നെ മോര് കാച്ചിയതുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് വറുത്തതുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വറുത്തതിനകത്ത് ജസ്റ്റ് മീറ്റ് മസാലയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിങ്ങനെ നല്ല എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ നല്ല ബീട്രൂട്ട് തോരൻ, ചമ്മന്തിപ്പൊടി, പിന്നെ മുട്ട ചിക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് തക്കാളി ഇട്ടു. അതുകൊണ്ടാണ് മുട്ടയ്ക്കകത്ത് തക്കാളി കിടക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഉണ്ടു. കുറേ ദിവസമായി ഇങ്ങനെ ചോറങ്ങനെ ഉള്ളിൽ കുറവാണ് ഞാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, വർക്കൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ ഞങ്ങൾ ഡിന്നർ പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. പൊറോട്ട വാങ്ങിച്ചു, ചിക്കൻ 65 എന്തോ ഒരു സംഭവം വാങ്ങിച്ചു, ബീഫ് പെരട്ട് വാങ്ങിച്ചു, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഗ്രേവിയും സാലഡും ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഒരു ഡൈനാമൈറ്റ് ഫ്രൈസും വാങ്ങിച്ചു. അത് നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ, നല്ല എരിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പൊറോട്ടയും പിന്നെ അതിൻ്റെ അടുത്ത് ഒരു ഗ്രേവി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവി ഒഴിച്ച് ഒരു പീസ് പൊറോട്ടയും. പിന്നെ നമ്മൾ എന്ത് സാധനം കഴിക്കുന്നതിന് ഒരു ശാസ്ത്രീയ വശം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ ഒരു കോമ്പിനേഷൻ നോക്കി കുറച്ച് പൊറോട്ട എടുത്തു, കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു, കുറച്ച് സാലഡും വെജിറ്റബിൾസൊക്കെ വെച്ചു, പിന്നെ ചിക്കൻ വെച്ചു, പിന്നെ ബീഫ് ഉണ്ടായിരുന്നു അത് വെച്ചു. പിന്നെ നല്ല ഹാലപ്പിനിയോസ്, നല്ല ഉപ്പിലിട്ട് നല്ല എരിയുള്ള നല്ല കിടിലൻ സാധനം കേട്ടോ. അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ആ മുളകും കൂടെ ഒരെണ്ണം വെച്ച് ഇങ്ങനെ ചുരുട്ടി മടക്കി എടുത്ത് ഒരു അങ്ങനെ അതും കൂടെ കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വാട്ടൈ ഈറ്റുന്നടെ. അപ്പോൾ ഇവിടെ ആക്ച്വലി യുദ്ധത്തിൻ്റെ സമയത്തെ ആ ടെൻഷനൊക്കെ മാറിയിട്ടിപ്പോൾ ഭയങ്കര കാമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ടാറ്റാ.